ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار اللهم ارزقني شهادة في سبيلك واجعل موتي في بلد رسولك ഏറെ സ്വയം നിറഞ്ഞ സത്യവിശ്വാസികളായ മലിക്കുൽ ജബ്ബാറും മുതകബ്ബിറുമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മൾ ഒറ്റപ്പെടുന്ന രഹസ്യ ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടി തത്വയോടുകൂടി ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ആ നിലയിൽ അല്ലാഹുവിനെ സൂക്ഷിച്ച് വഴിപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചില സൃഷ്ടിജാലങ്ങൾ നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന കാരണത്താൽ അവർ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവരുടെ പദവികൾ അല്ലാഹു ഉയർത്തിക്കൊടുക്കും ആ പ്രാർത്ഥന കാരണത്താൽ. അതുപോലെ തന്നെ അവരുടെ പ്രാർത്ഥന കാരണത്താൽ അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കണം. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ടി മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, എന്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതെന്തേ പറയാൻ കാരണം, നല്ലൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോ നമ്മൾ ആവശ്യപ്പെടേണ്ടേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി തന്റെ ആവശ്യം അത് ഒരു പക്ഷേ അയാൾ ഓർമ്മ ഉണ്ടെങ്കിൽ അയാൾ പ്രാർത്ഥിക്കും, ഇല്ലെങ്കിൽ അതും നിർവഹിക്കണം എന്നില്ല. ഇനി അയാൾ പ്രാർത്ഥിച്ചാൽ തന്നെ അത് അല്ലാഹു സ്വീകരിക്കണം എന്നുണ്ടോ? എല്ലാവരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണം എന്നൊരു സുന്നത്ത് അല്ലാഹില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയും അല്ലാഹ് എല്ലാം സ്വീകരിക്കും എന്നൊരു സുന്നത്ത് അല്ലാഹില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനക്ക് ഉള്ള ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലാഹു സ്വീകരിക്കും. അല്ല നിങ്ങളെല്ലാ പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കണം എന്നില്ല. നിങ്ങളെ വിവാദത്തും നിങ്ങളെ പ്രാർത്ഥനയൊന്നും ഇല്ലാതെ തന്നെ അല്ലാഹു ഗനിയാണ്, അല്ലാഹു ധന്യനാണ്. നിങ്ങളെ പ്രാർത്ഥന കാരണത്താൽ അല്ലാഹുവിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പദവി കൂടുന്നുണ്ടോ പറയുന്നുണ്ടോ? ഒന്നല്ല. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാ, അല്ലാഹു പറയണേ നിങ്ങളൊക്കെ ദരിദ്രന്മാരാണെന്നാണ്. ഒന്നുമില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് പറയാണ്ടാവും കുറെ, പക്ഷെ ഒന്നുമില്ല. നിങ്ങളെ മരണത്തോട് നിങ്ങൾക്ക് അവസാനിക്കണം. നിങ്ങൾ വെറും ദരിദ്രവാസികളാണല്ലോ പറയണത്. വല്ലാഹു ഗനിയ്യുൻ, അവനാണ് ഗനിയ്യൻ എന്ന് പറയണത്. അപ്പൊ നിങ്ങളെ വിഭാഗത്ത് നിങ്ങളെ പ്രാർത്ഥന അല്ലാഹു കിട്ടിയാലും കിട്ടില്ല ഒന്നും അല്ലാഹുവിന്റെ വിഷയമല്ല. അപ്പൊ അല്ലാഹുവിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മനുഷ്യരെ പോലെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിലും ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചേക്കാം, അല്ലെങ്കിൽ തിരസ്കരിച്ചേക്കാം. എന്നാൽ അള്ളാന്റെ ഒരു സൃഷ്ടി വിഭാഗമാണ് മലക്കുകൾ. അവർ മനുഷ്യരെ പോലെയല്ല, വ്യത്യസ്തമാണ്. മനുഷ്യർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെയല്ല മലക്കുകളുടെ പ്രാർത്ഥന. മലക്കുകളുടെ പ്രാർത്ഥന ഉറപ്പായും അല്ലാഹു സ്വീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തുകൊണ്ട്? മനുഷ്യരുടെ പ്രാർത്ഥന
ഒരു പക്ഷേ സ്വീകരിക്കുന്നു, ഒരു പക്ഷേ തിരസ്കരിക്കപ്പെടുന്നു. മലക്കുകളുടെ പ്രാർത്ഥന ഒന്നും തിരസ്കരിക്കപ്പെടുന്നില്ല, ഒക്കെ അള്ളാഹു സ്വീകരിക്കുന്നു. എന്താ കാരണം? മലക്കുകളുടെ പ്രത്യേകത ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലാഹ് എന്താണ് കൽപ്പിച്ചത് അതൊന്നും ധിക്കരിക്കാത്തവരാണ്. വയഫ്അലൂന മാ യുമറൂൻ, അല്ലാഹ് എന്താണ് കൽപ്പിച്ചിട്ടുള്ളത് അതൊക്കെ അതേപോലെ തന്നെ ശിരസാ വഹിക്കുന്നവരാണ്. എന്റെ ബുദ്ധിക്ക് യോജിക്കോ അല്ലെങ്കിൽ എന്റെ ബുദ്ധിക്ക് യോജിക്കാത്തതാണോ ഒന്നൊന്നും അവർക്ക് അങ്ങനെ ഒരു ഇടപാട്, ഒരു സമ്പ്രദായം ഇല്ല. അല്ലാഹ് എന്താണ് പറയുന്നത് അതേപോലെ തന്നെ സ്വീകരിക്കലാണ് അവരെ പണി. അവരുടെ സൃഷ്ടിപ്പ് അങ്ങനെ തന്നെ. പക്ഷെ മനുഷ്യരങ്ങനല്ല. അവർക്ക് ഇഷ്ടമുള്ള സ്വീകരിക്കും, എനിക്കിത് ഇഷ്ടമല്ല അവിടെ ഞാൻ തൽക്കാലം സ്വീകരിക്കുന്നില്ല. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. പക്ഷെ മലക്കുകൾ അങ്ങനല്ല. അതുകൊണ്ട് തന്നെ ദുആ തള്ളപ്പെടാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണവും ആരിലുണ്ടാവില്ല, മലക്കുകളുടെ അടുത്ത് ഉണ്ടാവില്ല. അതാണ് പ്രത്യേകത. പക്ഷെ മനുഷ്യന്മാരുടെ അടുത്ത് ഉണ്ടാവും. ഇപ്പോ തൗബയുടെ ശുറൂത്തുകൾ, നിബന്ധനകൾ പറയപ്പെടുന്നിടത്ത് കാണാം, നമ്മൾ ഏതൊരു പാപത്തിൽ നിന്നാണോ തൗബ ചെയ്യുന്നത് അതിലേക്ക് വീണ്ടും പോകരുതാണ്. വീണ്ടും പോയി കഴിഞ്ഞാൽ പിന്നെ ആ തൗബ കൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ തിന്മ ചെയ്യും, അത് മനുഷ്യന്റെ പ്രകൃതി ഏതാണ്? കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഇന തൗവാബുൻ. റസൂൽ പറഞ്ഞാണ് എല്ലാ മനുഷ്യരും തിന്മ ചെയ്യും, പാപം ചെയ്യും. ഖത്താഉൻ എന്നാണ് റസൂൽ പറഞ്ഞത്, ഖാത്തിഉൻ എന്നല്ല പറഞ്ഞത്. ഖാത്തിഉൻ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും തിന്മ ചെയ്യുന്നതാണ്. പക്ഷെ അല്ലാഹ് പറഞ്ഞതാണ്, അല്ല റസൂൽ പറഞ്ഞ ഖത്താഉൻ എന്നാണ്. ഖാത്തിഉൻ ഖത്താഉൻ എന്ന അറബി ഭാഷ നല്ല വ്യത്യാസമുണ്ട്. ഖാത്തിഉൻ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവനാണ്. ഖത്താഉൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവനാണ്. വഖൈറുൽ ഖത്താഇന അത്തവാബൂൻ, ആ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ? അള്ളാഹിലേക്ക് ഏറ്റവും തൗബ ചെയ്യുന്നവരാണ്. അപ്പോ തൗബ എന്നുള്ളത് അള്ളാഹു സ്വീകരിക്കാൻ കുറെ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ ഒക്കെ പൂർത്തിയായെങ്കിലേ നമ്മൾ കഅബയുടെ അവിടെ പോയി ദുആ ചെയ്ത് അള്ളാഹു സ്വീകരിക്കും. ഇപ്പൊ കഅബയുടെ മുൽതസമിന്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് എന്തോ കിട്ടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ പഠിപ്പിച്ചു. മുൽതസം എന്ന് പറഞ്ഞാല് കഅബയുടെ കിഴക്ക് ഭാഗത്താണ് കഅബയുടെ വാതിൽ നിൽക്കുന്നത്. ആ വാതിലിന്റെയും ഹജറുൽ അസ്വദിന്റെയും മധ്യയാണ് മുൽതസം. മുൽതസം എന്ന് പറഞ്ഞാൽ ആ ജിദാർ, അതിന്റെ മതിൽ, അതിനാണ് മുൽതസം എന്ന് പറയാ. ആ കഅബയുടെ വാതിലും ഹജറുൽ അസ്വദ് അതിന്റെ ഇടയിൽ നിന്നിട്ട് ആര് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുന്നതാണ്. പക്ഷേ സ്വീകരിക്കാൻ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സ്വീകരിക്കില്ല. അത് കഅബയുടെ അവിടെ പോയിരുന്നത് ദുആ ചെയ്താൽ ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. നമ്മൾ വിചാരിക്കും എന്തേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് വന്നല്ല, അല്ലാഹു സ്വീകരിക്കാതിരിക്കോ? അള്ളാഹ്ക്ക് ഒരു നിർബന്ധമില്ല അത് സ്വീകരിക്കാനൊന്നും. അള്ളാഹ്ക്ക് ഒരു നിർബന്ധമില്ല. സ്വീകരിക്കാൻ അള്ളാഹ് വെച്ച നിബന്ധനകളുണ്ട്, റസൂല് വെച്ച നിബന്ധനകൾ അത് പാലിക്കണം, പൂർത്തീകരിക്കണം. പക്ഷെ മലക്കളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പരിപാടിയില്ല. അവർ എന്ത് ദുആ ചെയ്താലും അള്ളാഹ് സ്വീകരിക്കുന്നുള്ളതാണ്. ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. എന്താണ്? ദുആ തള്ളപ്പെടാനുള്ള, തിരസ്കരിക്കപ്പെടാനുള്ള ഒരു കാരണവും അവരുടെ അടുത്ത് ഉണ്ടാവില്ല എന്നാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് പറയുന്നുണ്ട്, മഅലൂമുൻ അന്ന ദുആഅൽ മലായികത്തി മുജാബുൻ, അറിയപ്പെട്ട കാര്യമാണ് മലക്കുകളുടെ പ്രാർത്ഥന എന്നുള്ളത് ഉത്തരം ചെയ്യപ്പെടുന്നതാണ്. ഒരു സംശയമില്ല, ഒരു സംശയമില്ല. എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞു മലക്കുകള് നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അള്ളാഹ് സ്വീകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ലെങ്കിൽ മലക്കുകൾ ഷർറിന് വേണ്ടി പ്രാർത്ഥിച്ചാലും അള്ളാഹ് സ്വീകരിക്കുന്നതാണ്. മനുഷ്യർക്ക് പറ്റില്ല. ഒരാളെ ശപിച്ചുകൊണ്ട് ഒരു മനുഷ്യന് പ്രാർത്ഥിക്കാൻ പാടില്ല. അവൻ പണ്ടാറടിക്ക് പോട്ടെ, അല്ലെങ്കിൽ അള്ളാഹ് അവനെ ശപിക്കട്ടെ, ഇത് മനുഷ്യന് പ്രാർത്ഥിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അവൻ പോകുന്ന വഴിയിൽ അവൻ ആക്സിഡന്റ് ആവട്ടെ, അവൻ ഇങ്ങനെ അസുഖം ബാധിക്കട്ടെ, മനുഷ്യന് പ്രാർത്ഥിക്കാൻ പാടില്ല. പക്ഷെ മലക്കുകൾക്ക് പ്രാർത്ഥിക്കാം. മലക്കുകൾക്ക് ഷർറിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിച്ചാലും അള്ളാഹ് ഉറപ്പായി സ്വീകരിക്കുന്നത്. എന്താ തെളിവ്? എന്താ തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഅ റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി ഫഅബത് ഫബാത ഗളബാന അലൈഹാ ലഅനതൽ മലായികതു ഹത്താ തുസ്ബിഹ. ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ കിടപ്പറയിലേക്ക് വിളിച്ചു, തന്റെ ലൈംഗികമായ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി. പക്ഷെ അവൾ തിരസ്കരിച്ചു. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ശർഈയായ ഉദ്റല്ല അവള് പറഞ്ഞത്. ശർഈയായ ഉദ്റ എന്ന് പറഞ്ഞാൽ ഹൈലിന്റെ അവസ്ഥ അല്ല, അവൾക്ക് ആർത്തവത്തിന്റെ അവസ്ഥ അല്ല, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗം കൊണ്ടല്ല. വെറുതെ ഭർത്താവിനെ അവള് തള്ളി, ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ ഭർത്താവ് അന്ന് രാത്രി ദേഷ്യപ്പെട്ട് കോപാകുലനായി കിടന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നേരം വെളുക്കുന്നത് വരേക്കും ആ പെണ്ണിനെ മലക്കള്
ശപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മറ്റൊരു വായത്തിൽ വന്നിട്ടുണ്ട്, ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ മലായിക ഹത്താ തർജിഅ, അവൾ എപ്പോഴാണോ ഭർത്താവിന്റെ അടുക്കലേക്ക് മടങ്ങുന്നത് അതിന് 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും അതുവരേക്കും മലക്കൾ ശപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ആർക്കും പറ്റില്ല, മനുഷ്യന് ശപിക്കാൻ പറ്റൂല. എന്റെ ഭാര്യ അവൾ അങ്ങനെ ആയിക്കോട്ടെ ഇങ്ങനെ ആയിക്കോട്ടെ അള്ളാഹ് ശപിക്കട്ടെ എന്ന് മനുഷ്യന് പറയാൻ പറ്റും. പക്ഷേ മലക്കൾക്ക് പ്രാർത്ഥിക്കാം, മലക്കൾ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കുന്നതാണ്. അപ്പൊ മലക്കോട് ഖൈറിന് വേണ്ടി പ്രാർത്ഥിച്ചാലും ഷർറിന് വേണ്ടി പ്രാർത്ഥിച്ചാലും ഒരു സംശയമില്ല, അത് സ്വീകരിക്കുന്നുള്ളതാണ്. അപ്പൊ മലക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഒരു സംശയമില്ല. പക്ഷെ അതിന് ചില സന്ദർഭങ്ങളുണ്ട്. പുതിയതായിട്ട് ഒരു കാര്യം അവിടെ പറയുന്നതിലൊക്കെ നമ്മൾ ദൈനംദിനം ചെയ്യുന്ന കാര്യം ഞാൻ പറയുന്നു. ഒരു പുതിയ കാര്യങ്ങൾ അറിവിലുണ്ടാവും, ഒക്കെ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ ഒന്ന് ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ മലക്കളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ പറയുമ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ മലക്കളുടെ പ്രാർത്ഥന എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കണ്ടേ എന്നൊരു ബോധം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നമ്മള് തോന്നിയതുപോലെ ഇങ്ങനെ ചെയ്യും, കർമ്മങ്ങളൊക്കെ വലിച്ചു വാരി എന്തെങ്കിലൊക്കെ ആയിക്കോട്ടെ എന്നുള്ള രൂപത്തിൽ നമ്മൾ ചെയ്യും. നമ്മളൊക്കെ അവസ്ഥ പലപ്പോഴതാണ്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ അതാണ്. നിസ്കാരമാണെങ്കിൽ പോലും ആർക്കോ വേണ്ടി നിസ്കരിക്കുന്നത് പോലെ നമ്മളെ നിസ്കാരം, മറ്റുള്ള കർമ്മങ്ങളൊക്കെ വേണം. അള്ളാഹ് അങ്ങനെ കർമ്മങ്ങൾ അള്ളാഹ് വേണ്ട, നിങ്ങളെ പെർഫെക്റ്റ് ആയി ചെയ്ത് നമ്മൾ സ്വീകരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല യുഹിബ്ബു ഇദാ അമില അഹദുകും അമലൻ അയ്യുത്ഖിനഹു. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്ന് പറയുമോ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പെർഫെക്റ്റായി. ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാം പെർഫെക്റ്റായി ചെയ്യും. പക്ഷെ ദീന്റെ കാര്യം അങ്ങനെയല്ല, അത് KKPP ആണ്. കാര്യം ഇവിടെ പറയാറുണ്ട്, കിട്ടിയാ കിട്ടി പോയാൽ പോയി. പലവുണ്ടോ ഉണ്ടാവും, ഉണ്ട്. നരകുണ്ടോ ഉണ്ട്, ഇല്ല. ഇതാണ് KKPP. അതാണ് നമ്മളപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. കിട്ടിയാ കിട്ടി പോയാൽ പോയി. ആ ഓരോ ഉറപ്പിലാണ് നമ്മളിപ്പോ ഈ ഭാഗത്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, ഉറപ്പ് വേണം. ആ ഉറപ്പുണ്ടാകുമ്പോഴാണ് നന്നായി ചെയ്തുള്ള പ്രവൃത്തി. അപ്പോ അങ്ങനെ ഏറ്റവും നന്നായി പെർഫെക്റ്റ് ആയി നിങ്ങൾ ചെയ്തെങ്കിൽ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. അള്ളാഹ് നിങ്ങൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുന്ന അള്ളാഹ് ഒരു നിബന്ധനയില്ല, വേണമെങ്കിൽ ചെയ്ത അള്ളാഹ് സ്വീകരിക്കും. പക്ഷെ ചെയ്യുന്ന പ്രവൃത്തി നല്ല ഇത്തക്കാനോടുകൂടി നല്ല പെർഫെക്റ്റോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ സന്ദർഭം ഞാൻ പറയാം, മലക്കുകളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒന്നാമത്തെ ഒരു സന്ദർഭം. ഉറങ്ങരുത്, നന്നായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ശാരീരികം നല്ല ഉറക്കം വരും, ഉറങ്ങരുത്, ശ്രദ്ധിക്കണം. അപ്പോ ഒന്നാമത്തെ സന്ദർഭം പണ്ഡിതന്മാർ പറയുന്നു, നസൂഹായ തൗബ എപ്പോഴാണോ നമ്മൾ ചെയ്യുന്നത് അപ്പോഴൊക്കെ മലക്കൾ നമുക്ക് പ്രാർത്ഥിക്കുന്നതാണ്. നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ തൗബ ചെയ്യണം. എങ്ങനെയുള്ള തൗബ? തൗബതൻ നസൂഹ. കണ്ടോ, വെറും തൗബ അല്ല അല്ലാഹു പറഞ്ഞത്, അല്ലാഹു ചേർത്ത് വെച്ചവിടെ നസൂഹായ തൗബയായിരിക്കണം. അപ്പൊ എങ്ങനെയൊക്കെ ഒരു തൗബ അശ്രദ്ധമായിക്കൊണ്ട് അവിടെ ഇവിടെ ഒക്കെ ആലോചിച്ച് പലപ്പോഴും നമ്മുടെ കൈ ഉയർത്തുമ്പോ പ്രാർത്ഥിക്കുന്നുണ്ടാ, പക്ഷെ മനസ്സിൽ മുഴുവനും ദുനിയാവായിരിക്കും, വേറെ എന്തെങ്കിലും ചിന്തയായിരിക്കും, ഓഫീസിലെ കാര്യങ്ങളായിരിക്കും, കടയുടെ കാര്യങ്ങളായിരിക്കും. അത് പറ്റൂല. നസൂഹായ സ്വാദിക്കായ സത്യസന്ധമായ ഇഖ്ലാസുള്ള പ്രാർത്ഥനയായിരിക്കും. ഞാൻ എന്താ പറയണത്, അത് എനിക്ക് തന്നെ തിരിയണം. ആരോടാ പറയണത്? എനിക്ക് തിരിയണം. എന്ത് വിഷയമാണ് ഞാൻ പറയണത്, അത് ഇഖ്ലാസിന്റെ ആത്മാർത്ഥതയുണ്ടാ, അള്ളാഹ്ക്ക് വേണ്ടിയാണ് പറയണെന്നൊരു ഓർമ്മ നമുക്ക്. നസൂഹായ തൗബയായിരിക്കണം. നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ ഒരു പാപം നമ്മൾ ചെയ്തു, ഏത് പാപത്തെ തൊട്ടാണ് നമ്മൾ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നത് അതിലേക്ക് പിന്നെ പോകരുത്. അതാണ് നസൂഹായ തൗബ. അതാണ് നസൂഹായ തൗബ. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, ഞാൻ തൗബ ചെയ്യുന്ന ആ പാപം അത് വീണ്ടും ഞാനിലേക്ക് പോകുന്നുണ്ടല്ലേ, നമ്മളൊന്ന് ആലോചിക്കാം. നമ്മളാ തൗബ അള്ളാഹ് സ്വീകരിക്കാത്ത ഒരു കാരണം എന്താണ്? നമ്മൾ ആ തിന്മ ചെയ്യുന്നു, തൗബ ചെയ്തു, വീണ്ടും ആ പണിക്കേണ്ടി പോകുന്നു. അപ്പൊ അള്ളാഹ് സ്വീകരിക്കില്ല. അപ്പൊ നസൂഹായ തൗബ നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത് അപ്പോഴൊക്കെ മലക്കൾ നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് നോക്കണം, സൂറത്തുൽ ഗാഫിർ 7, 8, 9 വചനങ്ങൾ. വെറുതെ കേട്ടുപോയിട്ട് കാര്യമില്ല, നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കണം. 3 വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീന യഹ്മിലൂനൽ അർശ. മലക്കൾ പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, ഖുർആൻ പറഞ്ഞത്. അല്ലദീന യഹ്മിലൂനൽ അർശ, അല്ലാഹുവിന്റെ അർശ് ചുമക്കുന്ന മലക്കുകൾ, വമൻ ഹൗലഹു, അതുപോലെ തന്നെ അള്ളാന്റെ അർശിനെ ചുറ്റും നിൽക്കുന്ന അവന്റെ മുഖറബുകളായ മലക്കുകളും, യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അള്ളാനെ അവർ പരിശുദ്ധപ്പെടുത്തുന്നു, അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. വയുമിനൂന ബിഹി, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് അവർ. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ, വിശ്വസിച്ച ആളുകൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആർക്ക് വേണ്ടിയിട്ട്? വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എങ്ങനെയുള്ള വിശ്വാസം? ശിർക്കില്ലാത്ത വിശ്വാസം.
ശിർക്കില്ലാത്ത വിശ്വാസത്തിന് ഈ കൂട്ടത്തിൽ പാരൊക്കെ ഉണ്ടോ അവർക്ക് വേണ്ടി ഇപ്പൊ മലകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വെറുതെ ഖുർആനാണ് പറയണത്. ഇപ്പോ ശിർക്കില്ലാത്ത മുവഹ്ഹിദീങ്ങളായ ഈ കൂട്ടത്തിൽ പാരൊക്കെ ഉണ്ട് അള്ളാഹു എനിക്കറിയില്ല. അള്ളാഹ്ക്ക് മാത്രമല്ല അവർക്ക് വേണ്ടി മലക്കൾ ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മള് പിന്നെ ഏതെല്ലാം പണി എടുത്തുകൊണ്ടിരിക്കും ഒക്കെ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മലക്കൾ നമ്മളെ പാപങ്ങളൊക്കെ അതിൽ പൊറുക്കപ്പെട്ടു. പക്ഷേ എന്തുണ്ടാകണം? തൗഹീദ് ഉണ്ടാകണം. ശിർക്കിന്റെ വിശ്വാസമാണെങ്കിൽ പിന്നെ ആ പ്രാർത്ഥന കിട്ടൂല എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ മനസ്സിന് മുഴുവൻ ചിന്ത എന്താണ്? അത് എന്നെ വലിയ രക്ഷിക്കും, എന്നെ ശേഷം രക്ഷിക്കും, അല്ലെങ്കിൽ കബറിന്റെ അടുക്കൽ പോയി എനിക്ക് സഹായം കിട്ടും, ഇന്ന ജാറത്തിൽ പോയി എന്റെ സൂക്കേട് മാറും, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ അത് സാധിപ്പിച്ചു തരും, അല്ലെങ്കിൽ ഇന്ന ജിന്ന എന്നെ സഹായിക്കും, ഇന്ന മലക്കെന്നെ സഹായിക്കും എന്നൊക്കെ ആണെങ്കിലോ അതോടുകൂടി പൊളിഞ്ഞു. അവന്റെ ഒക്കെ പൊളിഞ്ഞു എന്നല്ലാതെ അവനൊന്നുമില്ല. മലക്കുകളും പ്രാർത്ഥിക്കലും ഒരാളും അവർക്ക് ശഫാഅത്ത് പോലും ചെയ്യാനുള്ള പരലോകത്ത്. പിന്നല്ല പ്രാർത്ഥന, ശഫാഅത്ത് പോലില്ല എന്നാണ്. പരലോകത്ത് ശിർക്കിന്റെ ആളുകൾ ഒരു ശഫാഅത്തും ഉണ്ടാവില്ല. അവർക്ക് ചോദ്യം തന്നെ ഇല്ല എന്നാണ് ഹദീസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ശിർക്കിന്റെ ആളുകൾക്ക് അല്ലാഹു എന്തെയും അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും, ഇന്ന ശിർക്കുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ വിചാരണയില്ല. വിചാരമുള്ള ആൾക്ക് മാത്രമേ പെണ്ണുങ്ങൾക്ക് മാത്രമേ വിചാരണമുള്ളൂ. ഓരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ നരകത്തിൽ കൊണ്ടിടലാണ്. അല്ല പറഞ്ഞു കൊടുക്കും, ഇതൊക്കെ നീ ചെയ്ത പണിയാണ്, നിന്റെ ചാർത്തിൽ പോയ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കാമോ, ടിവിയിലിട്ട് കാണിച്ചു കൊടുത്തോളൂ, നിന്റെ ചാർത്തിൽ പോയതാണ്. അല്ലെങ്കിൽ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടപ്പോൾ നീ ഇന്ന ഷേഖിനെ വിളിച്ചു, ഇന്ന ഖബറാളിയെ വിളിച്ചു, ഇന്ന ജിന്നിനെ വിളിച്ചു, ഇന്ന മലക്കിനെ വിളിച്ചു, അതൊക്കെ അള്ളാഹുവിനെ കേൾപ്പിച്ചു കൊടുക്കും, കാണിപ്പിച്ചു കൊടുക്കും. ഇതൊക്കെ നീ ചെയ്തതാണ്. സമ്മതിച്ചല്ലോ, നടക്ക് നരകത്തിലേക്ക്, നേരെ നരകത്തിൽ കൊണ്ടുപോകുന്നതാണ്. അപ്പോ തൗഹീദുള്ള ആളുകൾക്ക് ഉറങ്ങുമ്പോഴും അവര് അബോധമായിട്ടുള്ള അവസ്ഥയിലാണെങ്കിലും ബോധത്തോടു കൂടിയാണെങ്കിലും എപ്പോഴാണെങ്കിലും മരണം വരേക്കും മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് അള്ളാന്റെ ഖുർആൻ ഒരിക്കലും കളവ് പറയാത്ത അള്ളാന്റെ ഖുർആൻ പറയുന്നു. എന്നതിന് ശേഷം മലക്കുകൾ പ്രാർത്ഥിക്കുന്നു, റബ്ബനാ വസിഅത് കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ. അള്ളാന്റെ റഹ്മത്തും അവന്റെ ഇൽമും സർവ്വ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കുന്നു, സർവ്വ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നു. അത്രക്കും വിശാലമാണ് അള്ളാന്റെ അറിവ്, അള്ളാന്റെ റഹ്മത്ത്. ബാക്കി കേട്ടൂടെ, ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക്. തൗബ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ. മലക്കുകളുടെ പ്രാർത്ഥനയാണ്. റബ്ബന ഒന്ന് സ്റ്റാർട്ട് ചെയ്ത മലക്കുകളുടെ പ്രാർത്ഥന, റബ്ബന വസിഅത് കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ തുടങ്ങി അള്ളാഹനെ പുകഴ്ത്തി ആദ്യം. അതാണ് പ്രാർത്ഥനയുടെ മര്യാദകളിൽപ്പെട്ടാണ്. കൈവർത്തിക്കൊണ്ട് ആദ്യം നമ്മുടെ കാര്യങ്ങൾ പറയില്ല, ആദ്യം അള്ളാഹനെ പുകഴ്ത്തണം. മലക്കുകൾ പുകഴ്ത്തി രൂപമാണ് കണ്ട് പുകഴ്ത്തി ശേഷം പറഞ്ഞു, അല്ലാഹുവേ ഫഗ്ഫിർ ലില്ലദീന താബൂ. അള്ളാഹു ദുനിയാവിൽ ഇപ്പൊ കുറച്ചു പേര് തൗബ ചെയ്യുന്നുണ്ട്, പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പിന്നെ അവർക്ക് വേണ്ടി അള്ളാഹു പ്രാർത്ഥിക്കുന്നതാണ്. അള്ളാഹുവേ പിന്നെ ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണമേ, അവരൊരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ശരിയാണ്, പക്ഷെ അവർക്ക് വേണ്ടി അള്ളാഹു നീ പുറത്തു കൊടുക്കണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും. നിന്റെ ശരീരെ, നിന്റെ സിറാത്തുൽ മുസ്തഖീം, ഏറ്റവും ചൊവ്വായിട്ടുള്ള വഴി, ആ വഴി പിന്തുടർന്നത് ആരാണ്? അവർക്ക് വേണ്ടി അള്ളാഹു നീ പുറത്തു കൊടുക്കണമേ. വഖിഹിം അദാബൽ ജഹീം. കഴിഞ്ഞില്ല, അവർക്ക് വേണ്ടി അള്ളാഹു നീ പുറത്തു കൊടുക്കണം. അതോടൊപ്പം മലക്കുകൾ പറയണം, അള്ളാഹുവേ ആ നരകത്തിന്റെ ശിക്ഷയിൽ അവരെ രക്ഷപ്പെടുത്തണമേ. അള്ളാഹ് തള്ളൂല. കഴിഞ്ഞില്ല, വീണ്ടും പ്രാർത്ഥിക്കേണ്ടത് ആ മനുഷ്യന്മാർക്ക് വേണ്ടി, തൗബ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി, റബ്ബന ഞങ്ങളുടെ റബ്ബേ വാദഹിനവും ജന്നാത്ത്, നീ അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. എങ്ങനെയുള്ള സ്വർഗമാണ്? സ്ഥിരവാസത്തിനുള്ള ഒരാളും നാളെ നമ്മളെ ചവിട്ടി പുറത്താക്കൂല. നിനക്ക് പൗരത്വമില്ല എന്ന് പറഞ്ഞ് ഒരാളും നമ്മളെ ചവിട്ടി പുറത്താക്കൂല. അല്ലെങ്കിൽ നിന്റെ രാജ്യമല്ല എന്ന് പറഞ്ഞ് ഒരാളും നമുക്ക് പേടിയോടുകൂടി ജീവിക്കേണ്ട ഒരു അവസ്ഥയില്ല. സ്വർഗം എന്നാണ്, സ്ഥിരവാസമാണ്. അള്ളാന്റെ വാഗ്ദാനം, അള്ളാന്റെ വാഗ്ദാനമാണ്. അള്ളാഹ് അവർക്ക് വാഗ്ദാനം, നീ റബ്ബേ അവർക്ക് വാഗ്ദാനം സ്വർഗം ഉണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് നീ ആ തൗബ ചെയ്യുന്ന ആളുകൾ നീ പ്രവേശിപ്പിക്കണമേ. അവരെ മാത്രമല്ല, അവരിൽ നിന്ന് നിനക്ക് അടിമപ്പെട്ട് ജീവിച്ച, നിന്നെ അനുസരിച്ച് ജീവിച്ച സ്വാലിഹീങ്ങളായ അവരുടെ പിതാക്കളെയും മാതാക്കളെയും ഭാര്യമാരെയും മക്കളെയും എല്ലാവരെയും അല്ലാഹുവേ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. നീ ഇസ്സത്തുള്ളവനാണ്, നീ പ്രതാപമുള്ളവനാണ്, നീ ഹകീമാണ്, നീ ഹിക്മത്തുള്ളവനാണ്
കഴിഞ്ഞില്ല, വീണ്ടും മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തൗബ ചെയ്യുന്നതിന്റെ പേരിലാണ് ഞാൻ പറയണത്. അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുക റബ്ബേ, അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണം. അവരെ മാത്രമല്ല, അവരുടെ മാതാപിതാക്കൾ, ഭാര്യമാർ, മക്കൾ. കഴിഞ്ഞില്ല, വീണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, നീ അവരെ സയ്യിആത്തിന് രക്ഷപ്പെടുത്തണമേ. സയ്യിആത്ത് എന്ന് പറഞ്ഞാൽ തിന്മകളാണ്. അത് ദുനിയാവിലെ തിന്മകളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണമേ, പരലോകത്തിലെ തിന്മയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണമേ. പരലോക തിന്മ എന്ന് പറഞ്ഞാല് ബേജാറായി ഇടങ്ങാറായി നമ്മൾ പരലോകത്ത് നിൽക്കണം. എന്ത് ചെയ്യണം? ഒരു പുടുത്തൂല. ആര് ശഫാഅത്ത് പറയും? ഈ ഉമ്മത്തിന് വിചാരണക്ക് എടുക്കണ്ടേ? അവസാനം വേർപ്പിൽ മുങ്ങി പൊളിച്ചേക്കാണ്. പൊളിച്ച സമയത്ത് പറയണം, അല്ലാഹുവേ, നരകാണെങ്കിൽ കുഴപ്പമില്ല, സ്വർഗമാണെങ്കിൽ കുഴപ്പമില്ല, വിചാരണക്കിന് എടുക്കുക. ആരും പറയാന്നില്ല, ഒരാളില്ല. റസൂൽ വന്നിട്ട് റസൂലിനാണ്ട് അപ്പൊ ശഫാഅത്തിന് വേണ്ടി ചെല്ലുന്ന ആളുകള്, റസൂലെ ശഫാഅത്ത് ചെയ്യണം. അതിന് അധികാരപ്പെട്ടവൻ ഞാനാണ്, ഞാൻ ശഫാഅത്ത് ചെയ്യും. റസൂല് ഇപ്പോൾ പോലും അതറിയില്ല എന്താണ് റസൂൽ നാളെ അവിടെ നിന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന അള്ളാഹു ആ സമയത്ത് മഹാമിദുകൾ അള്ളാഹ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റസൂൽ ആ സമയത്ത് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ആർക്കു വേണ്ടി? ഈ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി. അപ്പുറത്തും ബേജാറ് നിൽക്കുന്ന ഒരു സമയത്ത് അള്ളാഹുവെ അവിടെ നടക്കാനുള്ള ആ ഒരു പ്രശ്നങ്ങൾ, അവരെ ഇടങ്ങേറാക്കുന്ന കാര്യങ്ങൾ, അതിൽ നിന്നെല്ലാം അള്ളാഹുവെ നീ അവരെ രക്ഷപ്പെടുത്തണമേ. ഒരു അക്ഷരം പോലും ഉണ്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പരലോകത്ത്. ഒരു അക്ഷരം പോലും ഉണ്ടാൻ സാധിക്കില്ല. അത്രമാത്രം ഭയപ്പെട്ട ഒരു അവസ്ഥയാണ്. ഒന്നും ഇവിടെ ഞാൻ വരിക അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആളുകളുണ്ട്. ഒരു ശബ്ദം പോലും കേൾക്കുന്ന ഒക്കെ നിശബ്ദമായി എല്ലാം റഹ്മാനായ റബ്ബിന് കീഴ്പ്പെട്ടു. ഈ ശ്വാസം വിടുന്ന ശബ്ദം ഉണ്ടല്ലോ, അതല്ലാത്ത ഒന്നും അവിടെ കേൾക്കില്ല. അത്രമാത്രം സൈലന്റ് ആയിരിക്കും പരലോകം. ആരും ഉണ്ടും തൊള്ള തുറക്കാൻ പറ്റണ്ടേ? ഒന്നും പറ്റൂല. ഏത് വലിയ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും ഏത് വലിയ ഫാസിസ്റ്റ് ആണെങ്കിലും ഒന്നും അവിടെ ഒരു കാര്യം നടക്കില്ല. ഒക്കെ അല്ലാഹു അവിടെ വിലക്കാണ്. ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു അവസ്ഥയിൽ രക്ഷപ്പെടുത്താൻ ആരുണ്ടാകും? അല്ലാഹ് ഉണ്ടാകും. ആ ഒരു രക്ഷപ്പെടുത്തലിന് വേണ്ടി മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ആ ദിവസത്തിൽ തിന്മകളിൽ നിന്ന്, ആ ബേജാറിൽ നിന്ന്, ആ ഇടങ്ങേറിൽ നിന്ന്, ആ ബുദ്ധിമുട്ടിൽ നിന്ന് നീ ആരെയാണ് രക്ഷപ്പെടുത്തുന്നത്? നിന്റെ കാരുണ്യമുണ്ടോ? നിന്റെ കാരണം അല്ല, നമ്മളെ അമലിന്റെ പൂരിശമല്ല. നമ്മളെ അമല് കാരണത്താലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ല. അങ്ങനെ ആരും വിചാരിക്കണം. റസൂലിന് പോലും പറ്റൂല എന്നാണ്. റസൂൽ അമലുകൊണ്ട് സ്വർഗത്തിലേക്ക് വേണം. അള്ളാഹ് അവിടുന്ന് റഹ്മത്ത് ചെയ്ത സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാന്റെ ഔദാര്യമാണ്. സ്വർഗം എന്നുള്ളത് ഔദാര്യമാണ്. നമ്മളെ കർമ്മം കൊണ്ട് നേടിയെടുക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നല്ല, ഔദാര്യമാണ്. അള്ളാഹു റഹ്മത്ത് ചെയ്യണം. അപ്പൊ അള്ളാഹു അവിടെ നിന്ന് നീ ആരെ രക്ഷപ്പെടുത്തുന്നു? അതിന്റെ റഹ്മത്താണെന്നാണ്. ഏറ്റവും വലിയ വിജയം ദുനിയാവിലെ പരീക്ഷയിലെ വിജയമല്ല, ദുനിയാവിലെ ജോലിയിലെ വിജയമല്ല, ദുനിയാവിൽ വലിയ മാളികകൾ കിട്ടുന്നതിനല്ല, വലിയ സമ്പത്ത് കിട്ടുന്നതിനല്ല. അവിടെയുള്ള വിജയമാണ്. ടിക്കറ്റ് അവിടുന്ന് കിട്ടണമെങ്കിൽ കുറച്ച് പ്രയാസം. ക്യൂ നിന്നിട്ടൊന്നും കാര്യമില്ല. എത്ര ക്യൂ നിന്നാലും നമ്മൾ ചെയ്തു കൂട്ടിയ ഈ തിന്മകളും ഒക്കെ ഇതിനൊക്കെ സമാധാനം പറയല്ല. റസൂല് പറയണേ, ഒരുത്തന്റെ കാൽപാദം ഒരു അടി പോലെ എടുത്തു വെക്കാൻ പറ്റില്ല. അള്ളാഹ് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അത് കഴിയാതെ നമ്മൾ വിശ്വസിക്കണം. അപ്പോ സഹോദരങ്ങളെ, മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ ദുആ ചെയ്യാം, പ്രാർത്ഥിക്കാം. അത് കൈ ഉയർത്തിയാണെങ്കിലും കൈ ഉയർത്താതെയാണെങ്കിലും അസ്തഗ്ഫിറുല്ലാഹി അലീം എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുക? ആ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു നബിയന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുവിനെ ഒരിക്കൽ കൂടി സൂക്ഷിച്ച് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഈ ആയത്ത് ഞാൻ ബോധി വെച്ചത് സൂറത്ത് ഗാഫിറിലെ 3 ആയത്താണ്. നമ്മൾ വീട്ടിൽ കൊണ്ട് നോക്കണം കേട്ടോ. നോക്കി നമ്മുടെ അർത്ഥം നന്നായി വായിച്ചു പഠിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളത് അപ്ലൈ ചെയ്യണം, തത്വീയത്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണത്. നമ്മൾ ഖുർആനൊക്കെ ഇങ്ങനെ ഓതുന്നുണ്ട്, പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാത്തതിന്റെ ഒരു കാരണം നമ്മൾ അതിന്റെ അർത്ഥം ആശയവും നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ വീട്ടിൽ കൊണ്ട് നോക്കണം. ഈ ആയത്തിനെ കുറിച്ച് നമ്മുടെ മുൻഗാമികള് ഏറെ ചിന്തിച്ചുകൊണ്ട് അവർ പറയാറുണ്ടായിരുന്നു. മഹാനായ ഇബ്നു അദിയ്യ അദ്ദേഹം പറയാറുണ്ട്, എനിക്ക് ബലഗനി അന്ന റജുലൻ ഖാല ലി ബഅദി സ്വാലിഹീൻ, എനിക്കൊരു വാർത്ത വന്നിട്ടുണ്ട്.
അഥവാ മുൻഗാമികളിൽപ്പെട്ട ഒരു മനുഷ്യൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്വാലിഹീങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ, എനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണം കേട്ടോ. ആരോട്? അള്ളാഹുവോട്. ഇങ്ങനെ പറഞ്ഞപ്പോൾ അന്ന് ആ ജീവിച്ചിരുന്ന സ്വാലിഹീങ്ങൾ അയാളോട് പറഞ്ഞു, നീ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി, നീ തന്നെ സ്വന്തം തൗബ ചെയ്ത് മടങ്ങി, നീ അള്ളാഹിന്റെ മാർഗ്ഗം നീ പിൻപറ്റി. എന്നേക്കാൾ ഇപ്പൊ എന്നോടത് ചോദിക്കാൻ കാരണം ഞാൻ സ്വാലിഹായ ഒരു മനുഷ്യനായതുകൊണ്ടല്ലേ, എന്നേക്കാൾ ഖൈറായിട്ടുള്ള ഒരു മനുഷ്യൻ നിനക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാർ നടത്തുന്നതാണ്. ഇത് പറഞ്ഞതിന് ശേഷം അയാൾ ഈ ആയത്ത് ഓതി. സൂറത്ത് ഗാഫിറിലെ الذين يحملون العرش ومن حوله يسبحون بحمد ربهم തുടങ്ങിയ ആയത്ത് ഓതിയതാണ്. അവരൊക്കെ മനസ്സിലാക്കി ഈ ആയത്ത് എന്താണ്, നമ്മൾ തൗബ ചെയ്ത് നമ്മൾ അള്ളാഹുവോട് ചോദിച്ചത്, നമ്മൾ ഒരാളോട് അങ്ങോട്ട് ചോദിക്കണ്ട, നിങ്ങൾ എനിക്ക് വേണ്ടി പാവം ഓതുന്നത് പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ അതിന്റെ ആവശ്യമില്ല, നമ്മളെ കാര്യം നമ്മളെ അള്ളാഹുവോട് പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരെക്കാൾ ഉത്തമനായിട്ടുള്ള മലക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ഈ തിന്മ ചെയ്യുന്ന, ഈ ഭക്ഷണം കഴിക്കുന്ന, ഈ ഉറങ്ങുന്ന ഈ മനുഷ്യനേക്കാൾ എത്രയോ ഹൈറായിട്ടുള്ള ആ മലക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളതാണ്. മറ്റൊരു സന്ദർഭത്തിൽ മഹാനായ യഹ്യ ഇബ്നു മുആദ് അർ-റാസി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് ഒരിക്കൽ പറഞ്ഞു, ഇന്ന മലക്കൻ വാഹിദൻ ലൗ സഅല അല്ലാഹ അൻ യഗ്ഫിറ ലി ജമീഇൽ മുഅ്മിനീന ലഗഫറ ലഹും. തീർച്ചയായും ഒരു മലക്കിന്റെ കാര്യമാണ് പറയുന്നത്. ദുനിയാവിൽ എത്ര മലക്കുണ്ട്? ദുനിയാവിൽ ഈ ലോകത്തിൽ പ്രപഞ്ചത്തിൽ എത്ര? അള്ളാഹ് മാത്രമേ അറിയുള്ളൂ അള്ളാഹിന്റെ ജുനൂദുകളെ കുറിച്ച് എത്ര തീരുണ്ട്. നമുക്കറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ 7ാം ആകാശത്ത് ചെന്നപ്പോൾ ഒരു പള്ളി കണ്ടു. ബൈത്തുൽ മഅ്മൂർ എന്ന പള്ളിയുടെ പേര്. അത് മലക്കുകൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പണിത ഒരു പള്ളിയാണ്. അത് മലക്കുകളാണ് പണിതത് എന്ന് റിവായത്ത് വന്നിട്ടുണ്ട്. ഇനി അതല്ല, അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നാണ് ഇങ്ങോട്ട് റിവായത്തൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും അങ്ങനെ ഒരു ബൈത്തുൽ മഅ്മൂർ 7ാം ആകാശത്തുണ്ട്. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഓരോ ദിവസവും 70,000 മലക്കുകളാണ് ആ ബൈത്തുൽ മഅ്മൂറിലേക്ക് പ്രവേശിക്കുന്നത്. ഓരോ ദിവസവും പ്രവേശിച്ച ആളുകൾ പിന്നീട് ഒരിക്കലും തന്നെ പുറത്തേക്ക് വരുന്നില്ല എന്നാണ്. അവ എത്രമാത്രം പള്ളിയിരിക്കുന്നത്, എത്രമാത്രം മലക്കുകളുണ്ട്. ഇന്നിപ്പോ എത്രയായി ഭൂമി സൃഷ്ടിക്കപ്പെട്ടിട്ട് ഈ ദുനിയാവ് ഈ ലോകം ഉണ്ടായിട്ട് എത്രയായി? അതിന് ചില മലക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ 70,000 മലക്കുകൾ ഡെയിലി അതിന്റെ അടുത്ത് കയറിക്കൊണ്ട് എത്ര മലക്കുണ്ട് അള്ളാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇവിടെ ഒരു ചാൺ സ്ഥലം പോലും ഈ ഭാഗത്ത് ഇല്ല എന്നാണ്. അവിടെ നിന്നുകൊണ്ട് മലക്കുകൾ അള്ളാഹ് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രമാത്രം ആകാശത്തെ പോലും ഇടുക്കിക്കൊണ്ടിരിക്കുകയാണ് മലക്കുകളുടെ ആ ഒരു സാന്നിധ്യം. അത്രമാത്രം നിറഞ്ഞ കവിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഒരു മലക്ക് ഈ ദുനിയാവിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവരുടെ എല്ലാവരുടെയും പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നത്. അദ്ദേഹം പറയാണ്, എങ്കിൽ പിന്നെ ഈ ലോകത്തുള്ള എല്ലാ മലക്കുകളും അള്ളാഹുവിനെ അർശ് നോക്കുന്ന മലക്കുകൾ അടക്കം ആ ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? അള്ളാഹ് സ്വീകരിക്കാതിരിക്കോ? സംശയം നമുക്ക് സംശയമാണ്. അള്ളാഹ് സ്വീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊരു സന്ദർഭത്തിൽ മഹാനായ ഖലഫ് ഇബ്നു ഹിശാം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ വിശുദ്ധ ഖുർആൻ സുലൈം ഇബ്നു ഈസക്ക് പാരായണം ചെയ്തു കൊടുത്തു. ഫലമ്മാ ബലഗതു വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, സൂറത്തു ഗാഫിറിലെ ഈ ആയത്ത് ഞാൻ എത്തിയപ്പോൾ സുലൈം ഇബ്നു ഈസ അദ്ദേഹം കരയാൻ തുടങ്ങി. നമ്മുടെ മുൻഗാമികളൊക്കെ ഖുർആൻ അപ്പൊ കരയും ഖുർആൻ ഓതുമ്പോൾ നമ്മള് ഖുർആൻ ഓതുമ്പോൾ ദുനിയാവാണ് മനസ്സിലാവും. കച്ചവടമാണ്, കോളേജാണ്, സ്കൂളാണ്, വീട്ടിലെ അവസ്ഥകളാണ്. മുൻഗാമികള് ചിന്തിക്കും ആഴത്തിൽ എന്താണ് അള്ളാഹ് എന്നോട് പറയുന്നത്, അള്ളാഹ് എന്നോടാ പറയുന്നത്, വേറെ ആരോടല്ല എന്നോടാ പറയുന്നത്. അദ്ദേഹം കരയാൻ തുടങ്ങി. ഇത് കണ്ട് അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ട് താങ്കൾ കരയുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, യാ ഖലഫു മാ അക്രമൽ മുഅ്മിന അലല്ലാഹ്, അല്ലയോ ഖലഫേ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ എങ്ങനെയാണ് ആദരിച്ചിട്ടുള്ളത് എന്ന് ഈ ആയത്ത് നോക്കിയാൽ മതി. എന്താണ് പറയുന്നത്?
ഈ ആയത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നായിമൻ അലാ ഫിറാശി വൽ മലായികതു യസ്തഗ്ഫിറൂന ലഹു. അയാൾ കിടന്നുറങ്ങിയാണ് ആ വിശ്വാസി, ഊർക്കം വലിച്ച് കിടന്നുറങ്ങിയാണ്. പക്ഷെ വൽ മലായികതു യസ്തഗ്ഫിറൂന ലഹു, ആ മനുഷ്യന് വേണ്ടി കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഉറങ്ങുമ്പോൾ നമുക്ക് ദുആ കിട്ടാം. വെറുതെ നമ്മൾ ഉറങ്ങിയാണ് ഊർക്കം വലിച്ച്, അപ്പോഴും മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനൊരു അവസരം വേറെ കിട്ടുമൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ അല്ലാഹുവിന്റെ ആത്മാർത്ഥമായ നസൂഹായ തൗബ എപ്പോഴും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മളെ ഊണിലും ഉറക്കത്തിലും, അതുപോലെ തന്നെ നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ജോലി സ്ഥലത്തൊക്കെ വെറുതെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാലും മതി. പക്ഷേ ആ ഏതിൽ നിന്നാണോ നമ്മൾ തൗബ ചെയ്യുന്നത്, ആ പാപത്തിലേക്ക് തിരിച്ചു പോകരുത് എന്നൊരു നിബന്ധന പ്രത്യേകമായി അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരാണോ ശ്രദ്ധിക്കുന്നത് അവർക്ക് മാത്രമേ മലക്കുകൾ പ്രാർത്ഥിക്കുമ്പോൾ. എന്ന് മാത്രമല്ല, മലക്കുകൾ ഒരാളുടെ കാര്യത്തിൽ പ്രാർത്ഥിക്കണമെങ്കിൽ അയാളുടേതായ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മലക്കുകൾ പ്രാർത്ഥിക്കുള്ളൂ. കാരണം എന്താണ്? അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രമേ മലക്കുകൾ പ്രാർത്ഥിക്കുള്ളൂ. തോന്നിയ ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കില്ല. കാരണം അള്ളാഹിന്റെ കോപവും അള്ളാഹിന് തൃപ്തിയില്ലാത്ത ആളുകൾക്ക് വേണ്ടി മലക്കുകൾ ഒരിക്കലും പ്രാർത്ഥിക്കില്ല. അപ്പൊ ഒരാൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അവനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ വലിയ ഒരു അടയാളം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു അവസരം നമ്മൾ പാഴാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലെ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന വിശ്വാസികൾ അള്ളാഹു നമ്മെ